ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പോൾ നമ്മുടെ പരീക്ഷകളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഓരോ സബ്ജക്ട്സ് ആയിട്ട് മക്കൾ എല്ലാവരും പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ മാത്സിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ആ ഒരു ചോദ്യം നോക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠനയാത്രയ്ക്കൊക്കെ പോകും. അപ്പോൾ ആ സമയം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവും? സമ്പാദ്യ കുടുക്കകളൊക്കെ ഉണ്ടാവും അല്ലേ. അതുപോലെ ഇവിടെ ഇതാ കുറച്ച് പേരുണ്ട്, കുറച്ച് കൂട്ടുകാരുണ്ട്. പ്രിൻസ്, നീതു, ഫാത്തിമ, ജാസ്മിൻ, ശ്രേയസ്, ഇവരുടെയൊക്കെ കയ്യിൽ എന്തുണ്ട് അറിയോ? സമ്പാദ്യ കുടുക്കകളുണ്ട്. അതിൽ എന്തുണ്ടാകും? അവരിങ്ങനെ പൈസകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ 100 രൂപ എത്രനാണ് ഇട്ട് വെച്ചത്, അതുപോലെ 10 രൂപ എത്രനാണ് ഇട്ട് വെച്ചത്, 1 രൂപ എത്രനാണ് ഇട്ട് വെച്ചത്, അങ്ങനെ നമ്മൾ ആകെ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാനുള്ള ആക്ടിവിറ്റി അല്ലേ. സോ ആദ്യം തന്നെ നമ്മുടെ പ്രിൻസിന്റെ അടുത്ത് നോക്കാം. പ്രിൻസിന്റെ കയ്യിൽ 2 100 രൂപയാണ്, 200 റുപ്പീസ് ആണ് നമ്മളുടെ പ്രിൻസിന്റെ കയ്യിലുള്ളേ. അപ്പൊ എത്രയായടാ? 2 100 രൂപ എന്ന് പറയുമ്പോൾ 200, പിന്നെയോ 9 10 രൂപ എന്ന് പറയുമ്പോഴോ 9 10 റുപ്പീസ് എന്ന് പറയുമ്പോൾ 90, കൂടെ 8 1 രൂപ എന്ന് പറയുമ്പോൾ യെസ് നമ്മൾ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 8, ഇവിടെ 9, ഇവിടെ 2, അതായത് 298 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത നിങ്ങൾ നോക്കിക്കേ, 176 ആണ്, 176 ആണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് 1 into 100 എന്ന് പറയുന്നതാണ് അല്ലേ. ഇവിടെ 1 കൊടുത്തിട്ടുള്ളത്, ഈ ഒരു 100 എന്ന് പറയുന്നതാണ്. ഇനിയോ 10 രൂപ, എത്ര 10 രൂപകളാണ്? 7 10 രൂപകളുണ്ട്. എത്ര 1 രൂപകളാണ്? 6 എണ്ണമാണ് 1 രൂപകൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരെ എഴുതിക്കൂടെ? ഇതെന്താടാ? 100ന്റെ സ്ഥാനത്ത് 2, 10ന്റെ സ്ഥാനത്ത് 6, 1ന്റെ സ്ഥാനത്ത് 3. നേരെ നമുക്ക് എഴുതി വെക്കാം അല്ലേ. അടുത്തതോ 3 ആണ് 10ന്റെ സ്ഥാനത്ത്, 3 ആണ് 100ന്റെ സ്ഥാനത്ത്, 4 ആണ് 10ന്റെ സ്ഥാനത്ത്, 5 ആണ് 1ന്റെ സ്ഥാനത്ത്. അതുപോലെ ഇവിടെയോ 5 ആണ് 100ന്റെ സ്ഥാനത്ത്, 8 ആണ് 10ന്റെ സ്ഥാനത്ത്, 9 ആണ് 1ന്റെ സ്ഥാനത്ത് എന്ന് നമുക്ക് കിട്ടും. ഇനി ഇവർ ചോദിച്ചൊരു ചോദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആൻസർ ചെയ്യണം. എന്താ നോക്കിയാലോ? ആരുടെ സമ്പാദ്യ കുടുക്കയിലാണ് കൂടുതൽ രൂപ ഉണ്ടായിരുന്നത് എന്നാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 298, 176, 263, 345, 589, 589 ഏറ്റവും കൂടുതൽ ആരുടെ കയ്യിലായിരുന്നു? സോ ശ്രേയസിന്റെ കയ്യിലായിരുന്നു ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ശ്രേയസിന്റെ പേര് എഴുതി വെക്കുക അല്ലേ. ശ്രേയസിന്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ യെസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.